നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നു. ഇനി 2 ഏജൻസികളുടെ കൂടി മാത്രമേ ഫലങ്ങൾ പുറത്തു വരുവാനുള്ളൂ. അത് ഇന്ന് ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയോ പുറത്തു വരും. പക്ഷേ പൊതുവെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ UDFനൊരു മേൽക്കൈയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. LDFന് ഒരു ഭൂരിപക്ഷത്തിലെത്തുവാൻ സാധിക്കില്ല. മാത്രമല്ല LDFനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. ആ സൂചന കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത് ശരിയാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, UDF ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ മടുത്ത ജനങ്ങൾ UDFനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തിയ ഒരു സാഹചര്യമാണോ ഉണ്ടാകാൻ പോകുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. കാരണം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, UDFന് ഉണ്ടാകുന്നൊരു നേട്ടം അത് 95 സീറ്റുകൾ മുതൽ മുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം ജനങ്ങൾ UDFന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. 95-ന് താഴെയുള്ള സീറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത്. 95 എന്നല്ല, ഒരു 90-ന് മുകളിലുള്ള സീറ്റുകളാണെങ്കിൽ പോലും UDFന് ലഭിക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായി കോൺഗ്രസിന് ഒരു മേൽക്കൈ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ UDFന് വേണ്ടിയാണ് ജനം വോട്ട് ചെയ്തത് എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ 90-ന് താഴെയാണ് അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 71 മുതൽ 75 വരെയോ അല്ലെങ്കിൽ 71 മുതൽ 80 വരെയോ ഉള്ള ഭൂരിപക്ഷത്തിലാണ് അവർ ഒതുങ്ങുന്നതെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, ഇത് LDF വിരുദ്ധ വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു തിരഞ്ഞെടുപ്പിൽ കണ്ടത്. NDAയുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നമുക്ക് പ്രധാന മുന്നണികളെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന കേരളത്തിലെ LDF UDFൻ്റെ കാര്യമൊന്ന് പരിശോധിക്കാം. അതുകൊണ്ട് UDF അനുകൂല തരംഗമല്ല, LDF വിരുദ്ധ തരംഗമായിരിക്കാം UDFൻ്റെ വിജയത്തിന് സാധ്യതയേകുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി UDF ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? പിണറായി വിജയൻ്റെ ദുർഭരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ കേരളീയർക്ക് സംശയമുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വീണ്ടും പറയുന്നു, ഇന്നലെ എക്സിറ്റ് പോളുകളുടെ ഒരു വിശദമായ വിശകലനം തത്വമയി ന്യൂസ് 2 ഭാഗങ്ങളായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണുക. അതിൽ തന്നെ സനോജ് പറഞ്ഞിരുന്നു, എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എക്സാക്റ്റ് പോൾ അല്ല. പക്ഷേ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ തന്നെയായിരിക്കും ഫലങ്ങൾ, അല്ലെങ്കിൽ ഒരു മേലോട്ടത്തിൽ ആ അനുകൂല മാർക്ക് എന്നവർ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നാം ഈ വിശകലനം നടത്തുന്നത്. ആ സങ്കല്പത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭരണം പിണറായി വിജയൻ്റെ ഭരണത്തെക്കാൾ മെച്ചമായിരിക്കുമോ? ഒരു സാധ്യതയുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അധികാര വടംവലി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അധികാരം ലഭിച്ചിട്ടില്ല. എക്സാക്റ്റ് പോൾ അല്ലാത്ത എക്സിറ്റ് പോൾ ഫലങ്ങളെ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വടംവലി തുടങ്ങിക്കഴിഞ്ഞു. ഹൈക്കമാൻഡ് ഒട്ടും സന്തുഷ്ടരല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഹൈക്കമാൻഡ് ഒരിക്കലും സന്തുഷ്ടരല്ല. പ്രത്യേകിച്ച് വ്യാജഗാന്ധി കുടുംബത്തിന് എന്തെങ്കിലും സ്ഥാനക്കയറ്റമോ സ്ഥാനമാനങ്ങളോ ലഭിക്കുന്ന സന്ദർഭങ്ങളിലല്ലാതെ മറ്റാരുടെയും കാര്യത്തിൽ, അവർക്ക് സ്ഥാനം ലഭിച്ചാലും സ്ഥാനം പോയാൽ ചിലരുടെ കാര്യത്തിൽ അവർ സന്തോഷിക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനലബ്ധി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഒരിക്കലും സന്തുഷ്ടരായിരിക്കില്ല. ആശങ്കകൾ അവർക്ക് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഏതെങ്കിലും പുതിയൊരു നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി വരുന്നുണ്ടോ, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ളൊരു നേതാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച അവരെ ആശങ്കപ്പെടുത്തുന്നത് നാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആശങ്കകൾ ഹൈക്കമാൻഡിനുണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വടംവലികളും ചരടുവലികളും പിന്നണി നീക്കങ്ങളും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള നാടകങ്ങളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. പാണക്കാട് ഉന്തും തള്ളുമാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം മുസ്ലിം ലീഗ് ആയിരിക്കും ആത്യന്തികമായി ആര് ഇരിക്കണം മുഖ്യമന്ത്രി കസേരയിൽ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നത്. ഹൈക്കമാൻഡാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന അവകാശവാദങ്ങൾ ഏത് നേതാവ് ഉന്നയിച്ചാൽ പോലും മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിന് അതിലൊരു ശക്തമായ സ്വാധീനമുണ്ടാകും. ശക്തമായൊരു സ്വാധീനം എന്നുള്ളതൊരു ശതമാനക്കണക്കിൽ നാം അളന്നു കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഒരു 40%, മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ഒരു 60%. അതുതന്നെ ഞാൻ വളരെ ഉദാരമതിയായിട്ട് ഒരു 40% ഹൈക്കമാൻഡിന് നൽകിയതാണ്. സത്യത്തിൽ 80 മുസ്ലിം ലീഗിന്, 20 ഹൈക്കമാൻഡിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ളൊരു തീരുമാനമായിരിക്കും പാണക്കാട് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് സംശയമൊന്നും വേണ്ട. അത്തരത്തിലുള്ളൊരു സ്വാധീന ശക്തിയാണ് പാണക്കാട് മുസ്ലിം ലീഗിനും കോൺഗ്രസിൻ്റെ മേലും UDFൻ്റെ മേലും ഉള്ളതെന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് തീരുമാനിക്കും ആത്യന്തികമായി ആരായിരിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. ഇനി ഒരു വലിയ അട്ടിമറി സംഭവിച്ച്
മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ്സിലുള്ള ഈ സ്ഥാനമോഹികളെല്ലാവരും ഒരു കെണിയിൽപ്പെട്ട അവസ്ഥയിൽ അടിച്ചിൽ എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഈ എലിയെ ഇങ്ങനെ അടിച്ചു പിടിക്കുന്നൊരു സാധനം. അതിൽപ്പെട്ടാൽ ഊരി വരാൻ പറ്റില്ല. ഊരി വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം നടുവൊക്കെ ഒടിഞ്ഞ് ആകെ നാശകോശമായൊരവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിലാവും കോൺഗ്രസ് നേതാക്കളെല്ലാവരും. ഹൈക്കമാൻഡിനും ഒരു പരിധിവരെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. ഒരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു 71 മുതൽ 75 വരെയുള്ള സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിലപേശൽ സാധ്യത അല്ലെങ്കിൽ വിലപേശലിൻ്റെ ശക്തി വളരെയധികം വർദ്ധിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തന്നെ അവർ പിടിച്ചെന്നിരിക്കും. അത് പിടിച്ചാൽ അംഗീകരിക്കാതെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുവാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമെങ്കിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വരുവാൻ തന്നെയുള്ള സാധ്യതകൾ അസ്തമിച്ചെന്ന് വരും. അവിടെ അത്തരത്തിലുള്ള 71 മുതൽ 75 വരെയുള്ള ഒരു സീറ്റ് നിലയാണ് UDFന് ലഭിക്കുന്നതെങ്കിൽ, ഭൂരിപക്ഷമാണ് UDFന് ലഭിക്കുന്നതെങ്കിൽ. ഇതെല്ലാം അധികാരപടങ്ങലികൾ സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിലൊക്കെ ഒരു തലയിൽ കൈവച്ച് ഇവരിതെന്താ കാണിക്കുന്നത് എന്നുള്ളൊരു ലജ്ജ മലയാളിക്ക് തോന്നാം. അത് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രശ്നം. പക്ഷേ മലയാളി നേരിടുവാൻ പോകുന്ന പ്രശ്നം അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ്റെ ദുർഭരണം കാരണം ജനങ്ങളെ ഏത് തരത്തിലും ശ്വാസം മുട്ടിക്കുന്ന, എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കുന്ന, അപ്രമാദിത്വം നിറഞ്ഞ പാർട്ടി അണികളുടെയും നേതാക്കളുടെയും ധാർഷ്ട്യം 10 വർഷങ്ങൾ തുടർച്ചയായി കൺമുൻപിൽ കാണേണ്ടി വന്നൊരു ദുരവസ്ഥ കേരളത്തിൽ മാറുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും, പക്ഷെ ദുരവസ്ഥ മാറില്ല. മറ്റൊരു തരത്തിൽ അത് തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അടിയന്തരാവസ്ഥ കാലത്തുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അടിച്ചമർത്തൽ രീതി തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് കോൺഗ്രസ് കർണാടകയിലും തെലുങ്കാനയിലും പ്രത്യക്ഷത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഒരുപക്ഷെ ഇനി വരുന്ന UDF സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസ് അവർ നേതൃത്വത്തിലിരിക്കുകയാണെങ്കിൽ നടപ്പാക്കുവാൻ സാധ്യതയുണ്ട്. കാരണം 10 വർഷങ്ങളോളം ഭരണത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു അസ്വസ്ഥതയും ഒരു പിന്നോട്ടടിക്കലും കോൺഗ്രസ്സിന് നേരിട്ടിട്ടുണ്ട് കേരളത്തിൽ. ഭാരതത്തിലൊട്ടാകെ അവർക്ക് നേരിട്ടിട്ടുള്ള തിരിച്ചടികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ മാത്രം കാര്യം എടുത്തിട്ടാണ്. ആ തിരിച്ചടികളിൽ നിന്നും ഒരു പിന്നടവെന്ന് പറയുമല്ലോ, പിന്നിലേക്ക് പോകേണ്ടി വന്നൊരവസ്ഥയിൽ നിന്ന് തിരികെ വരുവാനായിട്ട് അവരുടെ മുന്നിലുള്ള ഏക മാർഗം പൂർണ്ണമായും അവർക്കെതിരെയുള്ള എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അത് മാത്രമല്ല പ്രശ്നം, ഈ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ അവർക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിരുന്നല്ലോ. അത് ഒരു പരിധിവരെ അതിൽ വാസ്തവമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളല്ല ആഭ്യന്തരമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതെങ്കിൽ പോലും സാധാരണഗതിയിൽ മുഖ്യമന്ത്രി തന്നെയായിരിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയും വഹിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഒരു വിലപേശലിൻ്റെ ഭാഗമായി ഒരു ആഭ്യന്തരമന്ത്രി തന്നെ, പ്രത്യേകം ഒരു ആഭ്യന്തരമന്ത്രി തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ആളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നോമിനിയോ ആകാം. മുസ്ലിം ലീഗിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു കടപ്പാട്, പ്രത്യക്ഷത്തിൽ എന്ത് ഭിന്നതകൾ പറഞ്ഞാലും ആത്യന്തികമായിട്ടുള്ളൊരു കടപ്പാട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളോട് തന്നെയായിരിക്കും. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ആഭ്യന്തരം മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തരം എന്നല്ല, കേരളത്തിൻ്റെ ഒരു ഭരണം ഒട്ടാകെ മുന്നോട്ട് പോകുന്നത് അവരുടെ നിയന്ത്രണത്തിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും തന്നെയായിരിക്കും. അതുകൊണ്ടുള്ള പ്രശ്നം ഇപ്പോൾ ഈരാറ്റുപേട്ടയിലേക്ക് നടക്കുന്നത് പോലുള്ള പ്രശ്നം. ഈരാറ്റുപേട്ടയിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈരാറ്റുപേട്ടയിലെ SDPI അല്ലേ പ്രശ്നം? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം കാര്യത്തോടെടുക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. ഇവർ തമ്മിൽ യാതൊരു വകഭേദവും കാണേണ്ട കാര്യമില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഇവരെ എല്ലാം നയിക്കുന്ന ഒരേ ഒരു ചിന്ത മതം എന്നുള്ള മതാടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക നിർമ്മാണവും പുനരാവിഷ്കരണവുമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. അതിൻ്റെ രീതികൾ വ്യത്യസ്തമാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഒരു ഈരാറ്റുപേട്ടയാക്കുവാനുള്ളൊരു ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിക്കും കാണും. SDPI ആക്കുന്നത് പോലെ അല്ലെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്ന ആളുകൾ കാണില്ലായിരിക്കാം, പക്ഷേ തൊപ്പി വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, തൊപ്പി വയ്ക്കുമ്പോൾ ഹെൽമെറ്റ് വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുന്ന തരത്തിൽ, ഞാനൊരു വളരെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ തരത്തിലുള്ളൊരു നീക്കങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രശ്നം എന്താണ്? അങ്ങനെ തൊപ്പി വെച്ചുകൊണ്ട് പോയാൽ അവരുടെ തല പോവും. അതുകൊണ്ട് നമുക്കെന്താ പ്രശ്നം? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കർണാടകത്തിൻ്റെയും തെലുങ്കാനയുടെയും കാര്യം പറഞ്ഞല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന മറ്റ് സമുദായങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് ആരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒന്ന് വാർത്തകളിലൂടെ കണ്ണോടിച്ച് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ മറ്റൊരു സമുദായത്തെ, പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ കോൺഗ്രസ് സർക്കാരുകൾ കർണാടകയിലും
തെലുങ്കാനയിലും സ്വീകരിക്കുന്നത് കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. കേൾക്കുന്ന വാർത്തകൾ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സാമാന്യബോധത്തിൻ്റെ ഉപയോഗം മാത്രം മതി അവിടെ. അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ കാര്യം. ക്രിസ്ത്യൻ സമൂഹം വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ UDF ഭരണത്തിലെത്തിയാൽ ഉണ്ടാകും. അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം കുറേ കാലം മുൻപ് വരെ, കൃത്യമായി പറഞ്ഞാൽ ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് വരെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ചലനഗതി അല്ലെങ്കിൽ ഒരു ചലന രീതി, ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് അവരുടെ മതപുരോഹിതന്മാർ പ്രവർത്തിച്ചിരുന്നത് അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടായിരുന്നു. സമുദായത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ത്യാഗസന്നദ്ധരായി അല്ലെങ്കിൽ ത്യാഗ മനോഭാവത്തോടുകൂടി അവരുടെ മതപുരോഹിതന്മാർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതല്ല. ആ മതപുരോഹിതന്മാരുടെ മേൽ സമുദായത്തിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ ഒരു പള്ളി വികാരിയുടെ മേൽ ഇടവകയുടെ നിയന്ത്രണം എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. ബഹുമാനം, അച്ഛൻ പറയുന്നത് കേൾക്കുന്നത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ അച്ഛനോട് ബഹുമാനം കാണിച്ച് അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയുന്ന മിക്ക കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഇടവക തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ഗുണകരമല്ലാത്ത, അവരുടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇടവകയുടെ കാര്യം ഏറ്റവും ചെറിയൊരു സാമ്പിൾ എടുക്കാം നമുക്ക്. ഇടവകയുടെ ഒരു നിലനിൽപ്പിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ പ്രതാപചന്ദ്രൻ്റെ ശബ്ദത്തിൽ അച്ചോ എന്ന് വിളിച്ച് അച്ഛനെ നിയന്ത്രിച്ചിരുന്നു, പാതിരിമാരെ നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ നേരെ തിരിഞ്ഞൊരവസ്ഥയിലാണ്. പാതിരിമാരുടെ നിയന്ത്രണത്തിലേക്ക് ആ സമൂഹം പോയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം യുവരക്തത്തിൻ്റെ കുറവാണ് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ. അവർക്ക് പലർക്കും വിദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ജോലികൾ തേടിയും ജീവനോപാധി തേടിയും വിദേശങ്ങളിലേക്ക് പോകേണ്ടി വരികയും അവിടെ തന്നെ അവർ അവരുടെ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ മാത്രം കേരളത്തിൽ അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രായമായവർ ഒരു പരിധിവരെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇത്തരത്തിലുള്ള വൈദികന്മാരുടെ നിയന്ത്രണത്തിലാണ്. ഈ വൈദികന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മനോഭാവം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാസ എന്നുള്ള സംഘടനയേക്കാൾ ഭേദമാണ് SDPI എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു പ്രവർത്തന രീതികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമുദായത്തിന് ദോഷകരമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ അരങ്ങേറുവാൻ സാധ്യതയുണ്ട്. അത് ക്രിസ്ത്യൻ സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യം, അവർ സൂക്ഷിക്കേണ്ട കാര്യം, അവർ ജാഗ്രത പാലിക്കേണ്ട കാര്യം. ഇനി NDAയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ NDAയ്ക്ക് പല എക്സിറ്റ് പോളുകൾ പലതരത്തിലാണ് NDAയെക്കുറിച്ചുള്ള പ്രവചനം. പക്ഷേ എല്ലാവരും ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. 1 മുതൽ 6 വരെ, ചിലർ 18 വരെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ട്രോളുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഞാൻ 18ൻ്റെ നിലയൊന്നും എടുക്കുന്നില്ല. 1 മുതൽ 4 വരെയുള്ള ഒരു സാഹചര്യം നമുക്കൊന്ന് പരിശോധിച്ചാൽ അത് NDAയ്ക്ക് നേട്ടം തന്നെയാണ്. 5ന് മുകളിലോ സീറ്റുകൾ NDAയ്ക്ക് കേരളത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചാൽ ഉറപ്പായിട്ടും എഴുതി വെച്ചോളൂ, ഒരു പ്രവചനമായിട്ട് തന്നെ ഇന്നലെ എക്സിറ്റ് പോൾ വിശകലനത്തിലും ഞാനിത് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നു. 5ന് മുകളിലോ സീറ്റുകൾ NDAയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം BJP ആയിരിക്കും. BJP നയിക്കുന്ന NDA മുന്നണി. ഇനി 10 മുതൽ മുകളിലേക്ക് എത്ര സീറ്റുകൾ ലഭിച്ചാലും, 10 വേണ്ട, ഒരു 15 മുതൽ 16 സീറ്റുകൾ ആണെങ്കിലും മുകളിലേക്ക് BJPക്ക് ലഭിക്കുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം BJP ഭരിക്കും. ഇതാണ് NDA സംബന്ധിച്ചുള്ള വിശകലനം. ഇനി ഒരു സീറ്റും ലഭിക്കാത്തൊരവസ്ഥ NDAയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അത്ഭുതങ്ങൾ സംഭവിക്കണം, വലിയ തിരിമറികളും അടിയൊഴുക്കുകളും നടന്നിട്ടുണ്ടാകണം. അത്തരത്തിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ NDA ബാക്ക് ടു ഡ്രോയിങ് ബോർഡ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് BJP, അതായത് അവരുടെ ഇലക്ഷൻ സംബന്ധിച്ച തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ മുഴുവൻ പുനഃപരിശോധിച്ച്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്, മുഴുവൻ പുനഃപരിശോധിച്ച് ഒരുപക്ഷെ പുതിയതായി തുടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് NDA പോയെന്ന് വരാം, ഒരു സീറ്റ് പോലും ലഭിച്ചില്ലെങ്കിൽ. അതാണ് NDAയുടെ അവസ്ഥ. പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ കേരള സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണ അവസ്ഥയിലായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. എന്തായാലും എക്സിറ്റ് പോളുകൾ എക്സാക്റ്റ് പോളുകളല്ല. 4-ാം തീയതി കൃത്യമായിട്ടുള്ള ഫലങ്ങൾ നമുക്കറിയുവാൻ സാധിക്കും. വീണ്ടും വറചട്ടിയിൽ തന്നെ തുടരുന്നോ അതോ എരുതിയിലേക്ക് വീഴുകയാണോ കേരള സമൂഹം എന്നുള്ളത് 4-ാം തീയതി അറിയാം. അന്ന് വിശദമായ തത്സമയ വിശകലനങ്ങളും തത്സമയ ഫലങ്ങളുടെ അറിയിപ്പുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.